നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നെ ഒഴിവാക്കി നടക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല മഞ്ജു. ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഗിരിയേട്ടനല്ലേ? ഞാൻ ഇന്നും ഈ ബന്ധത്തെ നിലനിർത്താനേ ശ്രമിച്ചിട്ടുള്ളൂ. ഗിരിയേട്ടന് ഈ ബന്ധം തകർക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നത്. നീ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയത്? എനിക്കൊന്നും അറിയില്ല ഗിരിയേട്ടാ. ചിലപ്പോഴൊക്കെ തോന്നും ഗിരിയേട്ടനെ എനിക്ക് എന്നെ പോലെ തന്നെ അറിയാന്ന്. ചിലപ്പോഴൊക്കെ ഞാൻ കഴിയുന്നത് ആരുടെ കൂടെ ആണെന്ന് പോലും തോന്നും. ഞാനൊരു ചോദ്യം ചോദിച്ചാ സത്യസന്ധമായിട്ട് ഉത്തരം പറയൂ. ഗിരിയേട്ടൻ എന്നെ ഡിവോഴ്സ് ചെയ്യണമെന്നുണ്ടോ? അത് ചോദിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അങ്ങനെയാണെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞാൽ മതി. ഇത്രയൊന്നും ബുദ്ധിമുട്ടണ്ട. എന്നെ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മഞ്ജു, ഞാൻ ഗിരിയേട്ടനെ കുറ്റപ്പെടുത്തുകയല്ല. ഒരു കസ്റ്റഡി മരണം നടന്ന ആളുടെ വീട്ടില് ഒരു പോലീസുകാരിക്ക് എന്ത് സ്നേഹം പ്രതീക്ഷിക്കാൻ പറ്റാ? നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള പക വെച്ച് നോക്കുമ്പോ നമ്മൾ ഇത്രയും കാലം മുന്നോട്ട് പോയത് തന്നെ വലിയ അത്ഭുതം. പക്ഷേ ഇപ്പൊ ഗിരിയേട്ടന്റെ കുടുംബം എല്ലാം മനസ്സിലാക്കി കൂടെ നിൽക്കാൻ ശ്രമിക്കുമ്പോഴും എന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുന്നത് ഗിരിയേട്ടനാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇഷ്ടമില്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഗിരിയേട്ടന്റെ ആവശ്യം എന്താണെന്ന് തുറന്നു പറഞ്ഞോളൂ. നമ്മൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ തോന്നുന്ന അവസ്ഥയിൽ നിന്നും കടന്നു വന്നെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നമ്മൾ ഒരുപാട് യാത്ര ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇപ്പോഴും വന്നു നിൽക്കുന്നത് തുടങ്ങിയെടുത്ത് തന്നെയാ. നിനക്ക് എന്റെ മനസ്സിലുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അത് എളുപ്പമാ. ഗിരിയേട്ടൻ എന്തിനാണ് ഏലസ് മാറ്റിയതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഗിരിയേട്ടൻ എന്തെങ്കിലും നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും അത് ചെയ്തതെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. പക്ഷേ നമ്മൾ തമ്മിലുള്ള രഹസ്യങ്ങളാ നമ്മുടെ ബന്ധത്തെ തകർക്കുന്നത്. ഇനിയും അത് മറച്ചു വെക്കണോ? ഈ മൗനത്തിൽ ഗിരിയേട്ടന്റെ ഉത്തരവുണ്ട്. സത്യങ്ങളെല്ലാം മഞ്ജുവിനോട് ഇപ്പൊ തന്നെ തുറന്നു പറയാം. മഞ്ജു, എന്താ? ഗിരിയെ കാണാനേ താഴെ ഒരാള് വന്നിരിക്കുന്നു. എന്ത് കാണാൻ? അല്ല, അയാൾക്ക് പോയിട്ടേ ധൃതിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വരാം. ഒന്ന് പോയി തരാവോ? ഓ, ഇക്കാലത്ത് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്താലും കുറ്റാണല്ലോ. കഷ്ടം. എന്തൊരു ശല്യോ. മഞ്ജു, ഒരു വിധത്തില് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വന്നതാ. അതിനിടയ്ക്ക് മാറണം.